PMCയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേരളീയ സമൂഹത്തെ വിഡ്ഢികളാക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും പിന്നീട് സമൂഹത്തിൻ്റെ എല്ലാ ദിക്കിൽ നിന്നും വമ്പിച്ച പ്രതിഷേധമുയർന്നു വന്നപ്പോൾ അതിൽ നിന്ന് പിന്തിരികയും ഇത് നടപ്പാക്കില്ല എന്നറിയിക്കുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ മുൻ സർക്കാർ ഒപ്പിട്ട ഈ പദ്ധതിയിൽ നിന്ന് തുടർച്ചയായ സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയും ലീഗുകാരനായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ സംഘപരിവാർ മൃദു സമീപനത്തിന് ന്യായങ്ങൾ ചമച്ച് നൽകുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന മുസ്ലിം ലീഗിനത്തിലെ പടക്കുതിര എന്നൊക്കെ അറിയപ്പെട്ട മറ്റൊരു മന്ത്രിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇത് സംബന്ധമായ വിശദീകരണമാണ് ഏറെ വിചിത്രമായിട്ടുള്ളത്. മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം, ഞാൻ എതിർത്തത് ഇടത് സർക്കാർ മന്ത്രിസഭയിൽ വെക്കാതെ മന്ത്രിമാരെ അറിയിക്കാതെ ഘടകകക്ഷി നേതാക്കന്മാരെ ഇരുട്ടിൽ നടത്തിക്കൊണ്ട് ചെയ്ത ഒപ്പുവെക്കലിനെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ UDF ഇതിൽ പ്രതിഷേധിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നടപടിക്രമങ്ങളിലുള്ള പെശകുകൾ കാരണമായിരുന്നു എന്ന്. നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകുന്നത്, UDFന് വമ്പിച്ച മാൻഡേറ്റ് നൽകി വിജയിപ്പിച്ചതും കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണപരമായ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലെ പിശക് തിരുത്താനായിരുന്നു എന്നാണ്. PM-ശ്രീ എന്നത് 2020 കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം NEP നടപ്പിലാക്കുവാനുള്ള കുറുക്ക് വഴിയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. NEP നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയും മറ്റും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതിന് ഫണ്ട് നിഷേധിക്കുന്നു. SSA പോലുള്ള വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് നിഷേധിക്കുന്നു. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്.